പല ആൾക്കാർ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചർച്ചിൽ നിൽക്കുന്നു. എന്തെങ്കിലും അവർക്കൊരു വിഷമം വന്നു, അവർ ചിലപ്പോൾ ആ ചർച്ചിൽ നിന്ന് മാറുന്നു. അന്നേരം അവർ പറയുന്നു, ഞാൻ ഒത്തിരി ദശാംശം സ്തോത്രാഴ്ച എനിക്കൊന്നും വന്നില്ല, അത് നഷ്ടമായി, അത് ആ ശുശ്രൂഷകര് കൈക്കലാക്കി എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം പോലെ. അതിന്റെ ഒരു ദൈവവചന വീക്ഷണത്തിൽ ഞാൻ പറയാം. ഒരിക്കൽ എന്നോട് ഒരു സഹോദരൻ, എനിക്കറിയാവുന്ന ഒരാളാണ്, എന്തോ ഒരു ഇഷ്യൂസിൽ അദ്ദേഹം ആ സഭയിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ദശാംശം കൊടുക്കുന്ന ആളായിരുന്നു, എല്ലാ കാര്യത്തിനും മൂന്നിരുന്നു, എൻ്റെ എല്ലാം നഷ്ടമായി. ഞാൻ പെട്ടെന്ന് തിരുത്തിട്ട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ ഒന്നും നഷ്ടമായില്ല, നിങ്ങൾ ആ വ്യക്തിക്കല്ല അർപ്പിച്ചത്, നിങ്ങൾ ദൈവത്തിനാണ് കൊടുത്തത്. അതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയൊരു വചനം പറയാം. കൊർന്നല്യൂസിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധി ചെന്നു. നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടേതല്ല, ദൈവത്തിന്റെ രാജ്യത്തിൽ ആ ഓഫറിംഗ് ബോക്സിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ഒരാൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കോ ആ ദൈവദാസനോ അതിന് ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വമുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നവര് നീതിപൂർവം പരിജ്ഞാനത്തോടെ ചെയ്തില്ല, ദൈവം അവരെ കൈകാര്യം ചെയ്യും. കാരണം വചനം പറഞ്ഞു, അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ. അപ്പൊ ദൈവത്തിന്റെ ആ കൊടുക്കുന്ന ആ സഭയ്ക്കും അവർക്കുള്ള ഉത്തരവാദിത്തമാണ്. ആ കണക്കുകൾ ഗവൺമെന്റിനെയും ബോധിപ്പിക്കണം, സ്വർഗീയ ഗവൺമെന്റിനെയും ബോധിപ്പിക്കണം. ഞാനൊരു പാസ്റ്ററിന് കൊടുത്തു, ആ പ്രതിഫലം ആ പാസ്റ്ററിൽ നിന്നല്ല, അത് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തു. ദൈവം എനിക്ക് അതിൽ പ്രതിഫലം. ആ വ്യക്തി പോകുന്ന ആ കൂട്ടായ്മയിൽ നിന്നല്ലേ പോകുന്നത്. ദൈവത്തിൽ നിന്ന് മാറുന്നുണ്ടോ വ്യക്തി? ദൈവത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ ദൈവത്തിന് കൊടുത്ത അവിടെ ഉണ്ട് പുള്ളിക്ക്.